ഹായ് ഗൈസ്, മാന്താർ മച്ചൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൂലി സിനിമയുടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓഡിയോ ലോഞ്ചിൻ്റെ ആ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓഡിയോ ലോഞ്ചിൻ്റെ ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം രജനീകാന്ത് സ്പീച്ച് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർ ഭയങ്കരമായിട്ടൊരു രജനീകാന്ത് ആണെങ്കിൽ സൗബിനെയാണെങ്കിൽ കളിയാക്കി ബോഡി ഷെയിം ചെയ്തു എന്നുള്ള രീതിക്കത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചിലർ ഇത് അറിയാൻ ശ്രമിക്കുന്നില്ല. അവർ ജസ്റ്റ് ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് അതിന് നേരെ താഴെ പോയി കമൻറ്റ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതാ മറ്റേതാ മറിച്ചേതാ. നമുക്ക് പിന്നെ അറിയാവുന്ന കാര്യമാണ് മലയാളികൾക്കാണെങ്കിൽ ബോഡി ഷെയ്മിങ്ങിനോടൊക്കെ എത്രത്തോളം ഒരു താല്പര്യമുണ്ടെന്നുള്ള കാര്യം. ഒരു നെഗറ്റീവായിട്ടൊരു സംഭവം വന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാതെ പെട്ടെന്ന് കയറി പ്രതികരിക്കുന്ന ഒരു പ്രേരണയാണ് മലയാളികളുടേത്. അപ്പം ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂലി സിനിമയുടെ ഓഡിയോ ലോഞ്ചിനാണെങ്കിൽ രജനീകാന്ത് പറഞ്ഞിരുന്നു ഈ സൗബിൻ ചെയ്യുന്ന റോള്, ആ ഒരു റോൾ ആരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ലോകേഷ് കനകരാജ് പറഞ്ഞത് ഫഹദ് ഫാസിലിനെ ആയിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഫഹദ് ഫാസിൽ ഭയങ്കര ബിസി ആയിട്ട് വേറെ ഷൂട്ടിങ്ങിലാണ്, അതുകൊണ്ട് നമ്മൾ മലയാളം ആക്ടറായിട്ടുള്ള സൗബിനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സൗബിനെ കാസ്റ്റ് ചെയ്യുന്ന കാര്യം രജനീകാന്തിനോട് രജനീകാന്ത് പറഞ്ഞത് ഫോട്ടോ കാണിച്ചപ്പം രജനീകാന്ത് അതിന് മുമ്പ് പുള്ളിയുടെ പടമൊന്നും കണ്ടിട്ടില്ല. അപ്പം പറഞ്ഞത് ഇയാൾ റെഡിയാവുമോ ഒന്നും നമുക്കറിയത്തില്ല. എന്നെപ്പോലെ തന്നെ രജനീകാന്ത് പറഞ്ഞൊരു കാര്യമാണ്, എന്നെപ്പോലെ തന്നെ തല കഷണ്ടിയായിട്ടുള്ള ഒരാൾ, നീളവും വലുതായിട്ടില്ല. അപ്പം ഇയാൾ അഭിനയിച്ച ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ലോകേഷ് പറഞ്ഞു സാറ് ഇയാൾ അഭിനയിച്ചിരിക്കുന്ന ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞു. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിനെ ആണെങ്കിൽ നമ്മുടെ ലോകേഷ് കനകരാജ് ആണെങ്കിൽ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുത്തു സൗബിൻ അഭിനയിച്ച രംഗങ്ങൾ. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്ത് ഞെട്ടിപ്പോയി. സൗബിൻ്റെ ഒരു ആക്ടിങ് ഉണ്ട്. അപ്പം രജനീകാന്ത് ഈ ഒരു സംഭവമാണ് ഓഡിയോ ലോഞ്ചിന് പറഞ്ഞത്. കണ്ടപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല സൗബിൻ ഇത്രയും നല്ലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആക്ടറാണെന്ന് എന്നും പറഞ്ഞ് സൗബിനെ നല്ല കാര്യമാണ് പറഞ്ഞത്. സൂപ്പറായിട്ടുള്ളൊരു ആക്ടറാണ് നിങ്ങളെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ശരിക്കും നമുക്ക് ആ ഒരു വീഡിയോ ഫുള്ള് കണ്ടവർക്കറിയാം അതിൻ്റെ സത്യാവസ്ഥ. ഇതൊന്നും കാണാതെ ചുമ്മാ കൊണ പറയുന്നവർക്ക് ഒന്നും അറിയത്തില്ല. അതേ ഇതിൽ വേറൊരു ഏറ്റവും ഹൈലൈറ്റഡ് ഉള്ള കാര്യം, രാവിലെ ഇതുപോലെ രജനീകാന്ത് സൗബിനെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞ അതേ മലയാളികൾ തന്നെ ഈ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ നസ്ലിൻ്റെ ഒരു പിക്ക് പുറത്തിറങ്ങിയായിരുന്നു, പുതിയ സിനിമയുടെ ലുക്കിലുള്ള ഒരു പിക്ക്. ആ ഒരു പിക്ക് കണ്ടിട്ട് നസ്ലിനെ ബോഡി ഷെയിം ചെയ്തു. അതും ഇതേ മലയാളികൾ മലയാളം ആക്ടറായിട്ടുള്ള നസ്ലിനെ ബോഡി ഷെയിം ചെയ്യുകയാണ് ഉണ്ടായത്. ശരിക്കും നസ്ലിനെ കണ്ടിട്ട് പറഞ്ഞത് ഒരു ബംഗാളി ലുക്ക് ഉണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. കാരണം നമ്മുടെ കേരളത്തിലൊക്കെ പണിക്ക് വരുന്നത് ബംഗാളികളെ പോലെ ഉണ്ടല്ലോ. ഇപ്പം പല്ലൊക്കെ കാണുമ്പോൾ തന്നെ ആണെങ്കിൽ ഈ നമ്മൾ ഈ പുകയൊക്കെ ഈ ഹാൻഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് ആ ഒരു രീതിക്ക് ആയിട്ടുള്ളൊരു ലുക്കാണ്. തനി ബംഗാളി എന്നുള്ളൊരു ലെവലിലാണ് നസ്ലിൻ്റെ ആണെങ്കിൽ ആ ഒരു പിക്കിന് താഴെയുള്ള കമൻറ്റും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അപ്പോൾ എന്ത് വേണേലും പറയാം. ഒരാൾ നല്ലൊരു കാര്യം പറയുന്നത് അവർ തിരുത്തി മാറ്റി കുറിച്ചാണെങ്കിൽ അവരാണെങ്കിൽ അത് ബോഡി ഷെയിം ആണെന്ന് പറഞ്ഞ ആൾക്കാർ ശരിക്കും ഒറിജിനൽ ബോഡി ഷെയിം അവർ അന്നത്തെ ദിവസം തന്നെ ചെയ്തെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു ആക്ടറിന് മാത്രമല്ല, ഏതൊരാളാണെങ്കിലും മറ്റൊരാളെ ബോഡി ഷെയിം ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവർ ശരിക്കും എന്താണ് പറയുന്നതെന്നുള്ളത് നമ്മൾ മൊത്തവും കണ്ട് കേട്ടിട്ട് വേണം നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പ്രതികരിക്കാനായിട്ട്. അല്ലാതെ ഒരിക്കലും ചുമ്മാ ചാടിക്കറി ഇങ്ങ് പ്രതികരിക്കരുത്. ഇപ്പം നസ്ലിൻ്റെ ആ ഒരു സംഭവം വന്നപ്പം അതാണ് കറക്റ്റ് ബോഡി ഷെയിം. മലയാളികൾ തന്നെ ബോഡി ഷെയിം ചെയ്തത് ഇത് കറക്റ്റ് ഒരു ബംഗാളിയെ പോലെ ഉണ്ടല്ലോ എന്നുള്ള. ബംഗാളിയെ പോലെ ഉള്ള കാര്യം നമുക്ക് പറഞ്ഞിട്ട് അവിടെ പറയേണ്ട കാര്യമില്ല. ശരിക്കും ആ സിനിമയ്ക്കകത്ത് ആ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ആ ഒരു രീതിക്കത്തെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗെറ്റപ്പ് വന്നത്. അല്ലാതെ ഈ സിനിമ നടന്മാരൊന്നും അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ വീണ്ടും വീണ്ടും മലയാളികൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ ഭയങ്കര കഴിവേറിയവരാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്തായാലും എല്ലാവരും ഇങ്ങനെ നമ്മൾ പറയുന്നില്ല, പക്ഷേ കുറച്ച് ഒരു ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഉള്ള വിഭാഗം ഇങ്ങനെ തന്നെയാണ്. മലയാളികൾ ഈ ഒരു മൈൻഡ് സെറ്റിലുള്ളവരാണ്. ശരിക്കും ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുക തന്നെ വേണം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു കേട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, യോജിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.